SNDP യോഗം മണ്ണാർക്കാട് താലൂക്ക് യൂണിയൻ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. യൂണിയൻ സെക്രട്ടറിയും റിട്ടയർഡ് തഹസിൽദാരുമായിരുന്ന KV പ്രസന്നന്റെ വിയോഗത്തെ തുടർന്നാണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത്. SNDP യൂണിയന്റെ കരുത്തുറ്റ അമരക്കാരനെയാണ് പ്രസ്ഥാനത്തിന് നഷ്ടമായത്. മിതഭാഷിയായ അദ്ദേഹത്തിന് SNDP പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാനും നാരായണീയരെ ചേർത്തുപിടിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. SNDP യോഗം താലൂക്ക് യൂണിയൻ കാര്യാലയത്തിലാണ് അനുസ്മരണം ഒരുക്കിയത്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് NR സുരേഷിന്റെ അധ്യക്ഷതയിലാണ് യോഗം സംഘടിപ്പിച്ചത്. 2012 മുതൽക്കാണ് അദ്ദേഹം യൂണിയന്റെ സെക്രട്ടറിയും ഞാൻ പ്രസിഡന്റുമായി ഒപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ മാതിരി ഒരു ചെറിയൊരു കുടിസ് റൂമായിരുന്നു. സഭാഷേട്ടനൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി അറിയുന്ന ആളാണ്. ഒരു ചെറിയൊരു കുടിസ് റൂമിൽ നിന്നും നമുക്കിനി എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ആലോചിച്ചാണ് നമ്മൾ ഈ രംഗത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് നമുക്ക് വിശാലമായ ഒരു സ്ഥലത്തേക്ക് മാറണം, നമ്മുടെ ആളുകളെയൊക്കെ കണ്ടെത്തി അതിന് നമുക്ക് സാധിക്കുമെന്നുള്ള ഒരേ മനസ്സോടുകൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന ബിൽഡിംഗ് ബാധ്യതയൊന്നുമില്ലാതെ നമുക്കിന്ന് ഇവിടെ ഇരിക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ വളരെ സജീവമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പോരാ, ആത്മാർത്ഥമായി സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് നമുക്കിന്ന് ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം. വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് ജോസ് ബേബി, നാരായണൻകുട്ടി, പറ്റുശ്ശേരി മണികണ്ഠൻ, അസീസ് ഭീമനാട്, സുമേഷ് കുമാർ, കളത്തിൽ ഹുസൈൻ, ടിയ സെബാസ്റ്റ്യൻ, അധ്യാപകനായ KK വിനോദ് കുമാർ, KSSPU പ്രതിനിധി മോഹനൻ മാസ്റ്റർ, ബാബു മാസ്റ്റർ, ജയപ്രകാശ്, RN റജി, കിഷോർ തുടങ്ങിയവർ KV പ്രസന്നൻ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. പ്രസന്നൻ സാറിന് പെട്ടെന്ന് ഒരു അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നു. അദ്ദേഹം മരണപ്പെട്ടു എന്ന വിവരമാണ് ലഭിക്കുന്നത് എന്ന രൂപത്തിലാണ് വിളിച്ചു പറഞ്ഞത്. അധ്യക്ഷനൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു വാർത്ത ഒരു ഞെട്ടൽ ഉളവാക്കുന്ന വാർത്ത തന്നെയാണ്. അദ്ദേഹത്തിന് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു പെട്ടെന്നുള്ള അങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ അദ്ദേഹത്തെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അത് ഒരു ഷോക്കായി മാറുമെന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഇന്നത്തെ ആളുകളൊക്കെ എല്ലാറ്റിനും പ്രാപ്തിയുള്ള ആളുകളാണ്, എല്ലാറ്റിനും ഇടപെടാൻ ശേഷിയുള്ള ആളുകളാണ്. അന്നത്തെ കാലഘട്ടത്തിൽ വില്ലേജ് ഓഫീസർ പറഞ്ഞാൽ തൊഴുതിട്ട ആളുകൾ വരികയാണ്. ഇന്ന് ചെന്നാൽ സീറ്റ് ഇരിക്കാൻ പറയും. ഇപ്പൊ കാലഘട്ടം മാറി. ആ കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന ആളുകളോട് അവർ വരുന്ന വിഷയങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. പ്രത്യേകിച്ച് അദ്ദേഹം ഈ വൈക്കം കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന് പറയുന്നത് മലബാറിലെ റവന്യൂവുമായി ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളും അങ്ങനെ സങ്കീർണമല്ല ഈ കോട്ടയം മേഖലയിലൊന്നും. അവിടെ കുറെ കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ കെട്ടുപിടഞ്ഞ് കിടക്കുന്ന റവന്യൂ വിഷയങ്ങളൊക്കെ വളരെ സമാധാനത്തോടുകൂടെ ഈ ആളുകൾ പറയുന്നതൊക്കെ കേട്ട് ഒരേ ഭൂമിക്ക് തന്നെ 10 സർവേ നമ്പറുള്ള നാട്ടിലാണ് ജീവിക്കുന്നത്. ഭയങ്കര സംഘർഷം. അങ്ങനെ കയറി വരുന്ന ആളുകളൊക്കെ സമാധാനത്തോടെ കേട്ടുകൊണ്ട് കഴിയുമെങ്കിൽ അദ്ദേഹം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇന്നത്തെ പോലെ വാഹന സൗകര്യമൊന്നുമില്ലാതെ പല സന്ദർഭത്തിലും നടന്നുകൊണ്ട് രാത്രി 6 മണി വരെ 7 മണി വരെ അദ്ദേഹം പല സ്ഥലത്തും പോയി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി ആത്മാർത്ഥമായി താൻ ഏത് മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ അത് സർക്കാർ സർവീസിലായാലും SNDP യോഗത്തിന്റെ മേഖലയിലായാലും പ്രവർത്തിക്കുന്നിടത്ത് സത്യസന്ധത പാലിക്കുകയാണ്. നമ്മളെല്ലാവർക്കും നമുക്ക് പലർക്കും ഇല്ലാത്തൊരു ഗുണമാണ്. നമ്മളെവിടെ നിൽക്കുന്നു അവിടെ സത്യസന്ധനാവണം ജീവിതത്തിൽ എല്ലായിടത്തും. അതിലൊരു മാതൃകാ പുരുഷനാണ് പിന്നെ പ്രസന്നൻ സാർ. കള്ളമലയിലുണ്ട്. അത് ഞാൻ പറഞ്ഞു. കൂട്ടുകെട്ടിനൊക്കെ ഞാൻ ഓർത്തത് കള്ളമലയുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരുപാട് ഇടപെടലിന്റെ ഫലമായി ഇന്ന് കാണുന്ന സമ്പന്നമായ ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഓരോ നേതാക്കളും ഓരോ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ സുരേഷിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം നിരവധിയായ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ ഒരു പാവപ്പെട്ട കുട്ടിയെ കണ്ടെത്തിയാൽ ആ കുട്ടിക്കൊരു സഹായം ആവശ്യപ്പെടണമെങ്കിൽ SNDP യോഗത്തോട് പറയാം എന്ന രൂപത്തിലേക്ക് നമ്മളെയൊക്കെ മാറ്റിയെടുക്കുന്നതിൽ പ്രസന്ന സാറെ പോലെ, സുരേഷിനെ പോലെ, ഇന്നുള്ള നേതാക്കളെ പോലെ വല്ലാത്ത ഇടപെടൽ നടത്തിയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. വിദ്വേഷവും വെറുപ്പും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ
മണ്ണാർക്കാട് SNDP യൂണിയന് ഒരു പ്രത്യേക മുഖമുണ്ട്. ആ മുഖം എന്ന് പറയുന്നത് ഇവിടുത്തെ നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ കഴിവ് കൂടിയാണ്. എല്ലാവർക്കും സർവ്വസമ്മതരായിട്ടുള്ള മുഖങ്ങളാണ്. പ്രത്യേകിച്ച് NRഉം അതുപോലെ തന്നെ നമ്മളിന്ന് വിട പറഞ്ഞ പ്രിയപ്പെട്ട പ്രസന്നൻ സാറും ഒക്കെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഈ SNDP എന്ന മഹത്തായ പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മങ്ങളും തത്വങ്ങളും ഒക്കെ ജാതി മത വർഗ ചിന്തകൾക്ക് അതീതമായി സംശീകരിക്കാൻ പറ്റുന്ന ആ തത്വ സംഹിതകളൊക്കെ മണ്ണാർക്കാട് പ്രചരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് നടക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മുന്നോട്ട് അവരുടെ ജീവിതം ഒഴിഞ്ഞു വെക്കുക എന്നുള്ളത് തന്നെ മഹത്തായ ഒരു കാര്യം. പ്രസന്നനെ അറിയുന്ന എല്ലാവരും വേദനിച്ചിട്ടുണ്ടാവും. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആ നാടകത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു സർക്കാർ സർവീസിലിരിക്കുന്ന ജീവനക്കാരൻ വേണമെങ്കിൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായി അത്യാവശ്യം വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി, വീട്ടുകാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് മക്കളുടെയും കുട്ടികളുടെയും കാര്യങ്ങളും പേരക്കുട്ടികളുടെ കാര്യങ്ങളൊക്കെ നോക്കി മാത്രമായി വേണമെങ്കിൽ കഴിയാവുന്ന ആ തരത്തിൽ നിന്ന് മാറി സാമൂഹിക സേവനവും സാമുദായിക സേവനവും ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള പ്രസന്നന്റെ ഒരു മനസ്സ്, അദ്ദേഹം റവന്യൂ വകുപ്പിൽ ജോലി ചെയ്തിരുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹവുമായി അടുത്തിടപഴകാൻ അവസരം ലഭിച്ചിട്ടുള്ളത് ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. കാര്യാലയത്തിൽ നടന്ന യോഗത്തിൽ വിവിധ ശാഖകളിൽ നിന്നുള്ള നാരായണീയരും പങ്കെടുത്തു.